ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. ഇന്നൊരു ഓഫ് ഡേ ആണേ. അപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നോയി ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരു 2 മണി 3 മണിയായി. അപ്പോൾ ടോയ്സൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. ടോയ്സൊക്കെ ഇന്നലെ കളിച്ചിട്ട് അതേപടി വിട്ടിട്ട് പോയതാണ്. ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് ഉടനെ നോയി എണീറ്റ്. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ആയിരുന്നേ. പിന്നെ മുട്ടയുണ്ടായിരുന്നു. ഞാനും നോയി ആദ്യമേ കഴിച്ചു. കാരണം ബേസിൽ ലേറ്റായിട്ട് എണീറ്റത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. കുറച്ച് നേരത്തേനും ബേസിലും വന്നു. പിന്നെ നോയി ഇങ്ങനെ സൂപ്പറാതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഷൂ ഒക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട കിടന്നു. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. നോയി എൻ്റെ കൂടെ കൂടിയിട്ടോ. പിന്നെ ഞങ്ങൾ മമ്മി നട്ട് വെച്ചേക്കുന്ന പച്ചക്കറിയൊക്കെ കാണാൻ പോയി. ബ്രിഞ്ചാളുണ്ട്, ഇതെന്താണോ എന്തോ, പയറുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ കുറച്ച് ചീരയൊക്കെ മമ്മി അപ്പുറം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ താറാവിനെ കാണാൻ പോയി. ഞങ്ങളുടെ വീട്ടിലൊരു താറാവുണ്ടേ. ശരിക്കും 6 താറാവുണ്ടായിരുന്നു. ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതിലിപ്പോൾ ഒരു താറാവ് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയി താറാവിനെയും കോഴീനെയൊക്കെ കാണുക. ഞങ്ങളിങ്ങനെ വലയിട്ടിട്ടുണ്ടേ. അപ്പോൾ അവരിങ്ങനെ മുറ്റത്തേക്ക് വരില്ല. അവർക്ക് തന്നെ ഒരു പ്രത്യേക ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അവർ നടന്നോളും. പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ മമ്മി ഉച്ചയ്ക്കത്തേനുള്ള ഫുഡ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുളിയിലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്മി ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, പുളിയില, മുളക്, പിന്നെ തേങ്ങ, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചിട്ട് കൊഴുവ മീനാണ് എടുത്തത്. അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ നോർമൽ ചട്ടിയിൽ വേവിക്കാൻ വെക്കണം. വെന്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശക്കല്ലിൽ ഏതെങ്കിലും പാനിൽ ഒരു ഇച്ചിരി എണ്ണ തോട്ടിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ വറുത്തല്ല ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിച്ച് അങ്ങ് ഇഷ്ടപ്പെടുകയത്. അപ്പോൾ ഞാനത് കറി ആയ ഉടനെ ഞാൻ പോയിട്ട് കുറച്ച് ചോറും എടുത്തിട്ട് കുറച്ച് പുളിയില എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട, ചോറും അതും തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ വേറെ സാമ്പാറോ അങ്ങനെയൊന്നും എടുത്തില്ല. ജസ്റ്റ് അത് രണ്ടും മാത്രമാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബേസിലിൻ്റെ കസിൻ ആൽബിൻ വന്നിട്ടുണ്ടായിരുന്നേ. അവൻ ജെംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോയി ആദ്യമായിട്ടാണ് കേട്ടോ ജെംസ് കാണാൻ. ഞങ്ങളിതൊന്നും അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല. മമ്മിക്ക് ഒരു മിഠായി. അവൻ എടുത്തു തരാനൊന്നും അല്ല മമ്മി. മമ്മിക്ക് താടാ, ഞങ്ങൾക്ക് താടാ. അയ്യോ ഞാനെടുത്തു. ഇവൻ്റെ ജെംസ് കഴിക്കൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇവൻ ചോറുണ്ണൂലായിരിക്കുന്നു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേർക്ക് മിഠായിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കാൻ മടിയായിരിക്കുമല്ലോ. പക്ഷെ അവൻ അത്യാവശ്യം കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോയും ബേസിലും കൂടെ കുറച്ച് നേരം കളിച്ചു. ഞാൻ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് മാറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു കേട്ടോ. നോയിനെ കുറച്ച് നേരം കിടത്തി ഉറക്കി. പിന്നെ ഞങ്ങൾ എണീറ്റപ്പോൾ ഒരു 4 മണിയായേ. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാ. ആദിനെ, ഹരീഷേട്ടനെ. ഞങ്ങളൊരു ചെടിക്കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം ഹരീഷേട്ടനും ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അവരെ ജോയിൻ ചെയ്യാനേ. പിന്നെ മമ്മി ഞങ്ങൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനതെടുത്ത് ഒരു നോയിയുടെ സ്നാക്ക് ബോക്സിലാക്കി. അപ്പോൾ നോയിക്കും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പ് എത്താറായ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്നാണ് പേര്. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് മഴയായിരുന്നു. അപ്പോൾ നോയിക്ക് ഞാനൊരു ക്യാപ്പൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ബേസിൽ ഷോപ്പിൽ പോയി, നമ്മൾ കുട എടുത്തിട്ടില്ലായിരുന്നു. ബേസിൽ ആ ഷോപ്പിൽ പോയിട്ടൊരു കുട എടുത്തിട്ട് വന്നിട്ട് ഇത് ജസ്റ്റ് ഒരു ചെടിക്കട മാത്രമൊന്നും അല്ല കേട്ടോ. ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുറേ ക്യൂട്ടായിട്ടുള്ള പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഹരീഷേട്ടനൊക്കെ പുതിയ വീട് വെച്ച് മാറിയായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ചെടികളും ഇതുപോലത്തെ ഐറ്റംസൊക്കെ വേണമായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ചെന്നതിനും കുറേ ഷോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഞങ്ങൾക്കൊന്നും മേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ കണ്ടു. ഇനി ഭാവിയിൽ ആവശ്യം വന്നാൽ മേടിക്കാമല്ലോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്.
അകത്ത് നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വെച്ചിട്ടോ. ഈ ഏരിയയിൽ നിറയെ ചെടികളാണ്. അപ്പോൾ ഞാൻ നൂനും ഒക്കെ ഇതുവഴി അങ്ങ് നടക്കുവാണ്. പിന്നെ ആദ്യയുടെ കസിൻ അഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് കുറച്ച് നേരത്തേന് ബേബി സിറ്റേഴ്സ്. അവർക്ക് കുറച്ചുകൂടെ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ചെടിയൊക്കെ കണ്ട് നടക്കുവാണ്. Hands up, hands up. Hands up. Nui, hands up. ഇത് കണ്ടോ, നല്ല രസമില്ലേ? ഇവിടെ അങ്ങനെ കുറേ ബുദ്ധന്മാരുണ്ട്. പല വലുപ്പത്തിലുള്ള ചെറുതും വലുതും പുറത്ത് വെക്കുന്നതും ഇൻഡോറായിട്ട് വെക്കുന്നതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് കുറേ ബോൺസായി മരങ്ങളുണ്ട്. എനിക്ക് ശരിക്കും ബോൺസായി മരങ്ങളോട് അത്ര താല്പര്യമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ മരങ്ങളെയൊക്കെ അവരെ സ്വാഭാവികത കളഞ്ഞിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയിലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നന്നായിട്ട് ടയേർഡായിട്ട് വിശന്നായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഹംഗ്രി റോളേഴ്സിൽ വന്നിട്ട് ഷവർമ ഓർഡർ ചെയ്തു. പിന്നെ ലോഡഡ് ഫ്രൈസ് മേടിച്ചായിരുന്നു. പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ ബർഗർ മേടിച്ചു, അതിൽ മയണൈസൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ബർഗറിൻ്റെ ബണ്ണും പിന്നെ കുറച്ച് വെജീസൊക്കെ കഴിക്കാമല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മലബാർ ഗോൾഡിലേക്കാണ്. എൻ്റെ സെക്കൻഡ് സ്റ്റഡ് പോയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് മേടിക്കാമെന്ന് വെച്ചാൽ ഒരു ചെറിയ സെക്കൻഡ് സ്റ്റഡ് മേളിലായിട്ട് ഇങ്ങനെ ഇടാനാണ്. അപ്പോൾ ഗോൾഡിനൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റഡൊക്കെ മേടിച്ചു. പിന്നെ ഹരീഷേട്ടൻ്റെ ഒക്കെ ഒരു മാല പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് വിളക്കി ചേർക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നോയും നൂനുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവരിങ്ങനെ ഓടിക്കളിക്കുക. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.